ഈ സാധനങ്ങൾ മൂന്നും ഇരിക്കുന്ന കണ്ടിട്ട് എന്ത് തോന്നിക്കുന്നു? ഇത് കപ്പളങ്ങ, ബെസ്റ്റ്. 10-15 പേര് വന്നിട്ടുണ്ടായിരുന്നു കല്യാണം നിശ്ചയത്തിന്. സൂപ്പർ കറി, എന്ത് കറിയാന്ന് ചോദിച്ചവർ. ഇവിടുത്തെ ലീഡർ ഇവിളാ. ഡാഡിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇവിടെ. അല്ല, സൗന്ദര്യം വെക്കും. അതെ, സൗന്ദര്യം ഒരു വയസ്സ് കൂടെ കൂടി. ഉത്തരം പറഞ്ഞു. തേങ്ങ ഇടട്ടെ? ആ, തേങ്ങ ഇട്ടു. ഇത് നല്ലൊരു പോഷകഗുണമുള്ള കറിയാണ്. നമസ്കാരം, വീണ്ടും നമ്മൾ മേരിയമ്മയുടെ കൂടെയാണ്. അപ്പോൾ നമ്മൾ എന്താ ഇന്ന് നമ്മൾ 3 കൂട്ടുകളുള്ള ഒരു തോരനാണ് വെക്കുന്നത്. തോരനാണ്. ഇതെന്താണെന്ന് പറയാവോ? ഇതിന്റെ തോരനാ? കളർ കോമ്പിനേഷൻ ഒക്കെ എന്താണെന്ന് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് തോരൻ അരിഞ്ഞു വെച്ചേക്കുന്നതായിട്ട് തോന്നുന്നു. വേറെ ഒന്നും തോന്നുന്നില്ല. വേറെയാ? ഇത് ക്യാരറ്റ്, കപ്പളങ്ങ, ഇത് ബീൻസ്. പക്ഷേ വേറൊന്നുകൂടെ ഇതിനകത്തുണ്ട്. ആണോ? ആ, നിറത്തിന്റെ ആണോ? നിറത്തിന്റെ ആണ്. എന്താണ്? ഇത് ദേശീയ പതാകയുടെ നിറമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് സമ്മാനമുണ്ട് അല്ലേ? അപ്പൊ എന്നാ ബാക്കി നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം അല്ലേ? അതെ. ഓക്കെ. നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്താ വേണ്ടമേ? ഇനി ഇഞ്ചി ഒരു കഷ്ണം, സ്വല്പം ഇഞ്ചി അരിഞ്ഞിടണം. അപ്പം ഇഞ്ചി അരിഞ്ഞ് ഇനി അടുത്തത് ഉള്ളിയാണ്. ഉള്ളി ഒരു 6-7 കഷ്ണമുണ്ട്. ഉള്ളിയുണ്ട്. അമ്മച്ചിൻ്റെ അരിച്ചിൽ കണ്ടോട്ടെ. അരിയണം തോന്നുന്നുണ്ടോ? ഞാനിങ്ങനെയൊന്നല്ല അരിയാ. അല്ല, ടേബിൾ വെച്ചിട്ട്. അതെല്ലേ? എന്നാ എന്നെക്കാട്ടിലും സ്പീഡായിരിക്കും. ഇനി അടുത്ത പച്ചമുളക് അരിയാം. പച്ചമുളക് 4 പച്ചമുളക്. 4 എണ്ണം. യഥാർത്ഥത്തിലുള്ള പച്ചമുളക്. യഥാർത്ഥ പച്ചമുളക്. ബാക്കിയെല്ലാം ചുവന്നമുളകായിരുന്നു. അതൊരു കോമ്പിനേഷനാണ്. കണ്ടില്ലേ? എല്ലാത്തിനും നിറത്തിന്റെ ഒരു. അതെ. അതാണ് അമ്മച്ചനെ എല്ലാവരും മിടിക്കുക എന്ന് പറയുന്നത്. അതെ. ഇനി എന്താ? ഇനി ആ കറിവേപ്പില ഇങ്ങോട്ടൊന്ന് തരാമോ? അതെ, കറിവേപ്പില ഞാൻ അരിഞ്ഞിടും. കാരണം അല്ലെങ്കിൽ നമ്മളെ ഇത് വേസ്റ്റ് ആയിട്ട് പുറത്ത് കളയും. അതെ. ഇതാകുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലേ, എല്ലാവരും എടുത്ത് വേസ്റ്റ് ആയിട്ട് പുറത്ത് കളയല്ലോ. അതെ, അത് കാരണം ഞാൻ എല്ലാത്തിനും അരിഞ്ഞ് ചേർക്കും. ഇറച്ചിക്കും മീനും അല്ലാത്ത മിക്ക കറികൾക്കും ഞാനിത് അരിഞ്ഞാണ് ചേർക്കുന്നത്. മുട്ട പൊരിക്കുന്നതിനും പിന്നെ നല്ലതാണ്. മുട്ട പൊരിക്കുന്നതിന് കറിവേപ്പില അരിഞ്ഞിടുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി എന്താ വേണ്ട? ഇനി തേങ്ങായ ബേസിനിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടെ ബേസിനിലേക്ക് ഇടാം. അതെ. തേങ്ങ ഇടട്ടെ? തേങ്ങ ഇട്ടു. അപ്പോൾ നമ്മുടെ കളർ കോമ്പിനേഷൻ മാറി. ഉപ്പ്, സ്വല്പം എണ്ണയും കൂടെ വേണം. സ്വല്പം വെളിച്ചെണ്ണ. അതൊക്കെ ആവശ്യത്തിനല്ലേ? ആവശ്യത്തിന് ലേശം. ഇനി ഇതിപ്പം കടുക് പൊട്ടിക്കുന്നുണ്ട്. 1 സ്പൂൺ ഉണ്ടാവുമായിരിക്കും അല്ലേ? എണ്ണ 1/2 സ്പൂൺ മതി. ഇനി താളിക്കണമല്ലോ. എല്ലാം നന്നായിട്ട് തിരുമ്മി. ഇത്രയും തിരുമ്പുന്ന എന്തിനാ? ഇത് നല്ലപോലെ യോജിച്ച ഉപ്പും എണ്ണയെല്ലാം കൂടെ യോജിച്ച തേങ്ങയുടെ വെള്ളം നീരും ഒക്കെ ഇറങ്ങി നമുക്കിത് വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ നല്ലപോലെ തിരുമ്പാണെങ്കിൽ ഇതിന്റെ വെള്ളമൊക്കെ കുറച്ച് നീരിറങ്ങിയിട്ട് നമുക്ക് വേറെ വെള്ളം ചേർക്കാതെ തോരന ഒത്തിരി തോരനാകാതെ ഒരു സ്വല്പം വെള്ളമായി തന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വെള്ളം ചേർക്കാത്തപ്പോൾ ടേസ്റ്റും കൂടുതൽ കിട്ടും. അതെ. എണ്ണ ഇവിടെ തിരുമ്മിയിട്ടുണ്ടല്ലോ. ഇനിയുണ്ടല്ലോ, ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കടുകും കറിവേപ്പിലെല്ലാം കൂടെ
നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് വറ്റൽമുളക് മുറിച്ചിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കുക ചെയ്യുന്നത്. ആ ഇതിലിപ്പോൾ ഒന്ന് വേഗം വരെ അവിടെ ഇരിക്കണം. അതെ അതെ അതെ. ആ ഇളക്കൊന്നും വേണ്ട. വേണ്ട. അമ്മച്ചിൻ്റെ മുറ്റത്തൊക്കെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടല്ലോ. ചെടികളൊക്കെ ഒത്തിരി ഇഷ്ടം? ചെടികൾ ഒത്തിരി ഇഷ്ടമാണ്. ആണോ? ആ ഇതൊക്കെ സ്വന്തം നട്ടുപിടിപ്പിച്ചാണ്? സ്വന്തമായിട്ട് നട്ടുപിടിപ്പിക്കുന്ന വെറുതെ വിശ്രമവേളയിലെ വിനോദ പ്രവർത്തികളാണ് ഇതൊക്കെ. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. നേരത്തെ ഇതിലും ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ഇപ്പം പിന്നെ ഇതിനോട് വലിയൊരു ഉത്സാഹം. നല്ല കളർഫുൾ ആയിട്ടേ വിവിധ നിറത്തിലുള്ള പൂക്കളും എല്ലാം, പൂക്കളും ചെടികളും ഭംഗിയുണ്ട്. കൃഷിയുണ്ട്, പച്ചക്കറിയൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ എല്ലാം പുറത്തൊന്നും ഒരു കറി ഒന്നും വാങ്ങിക്കാറില്ല അങ്ങനെ തന്നെ. പിന്നെ വല്ല ക്യാരറ്റ്, പിന്നെ ബീറ്റ്റൂട്ട്, ഉള്ളി, സബോള അങ്ങനെയൊക്കെ ഉള്ളത് ഐറ്റംസ് മാത്രം. ബാക്കിയുള്ളതെല്ലാം പയറ്, കോവല്, വെണ്ട എല്ലാം. പിന്നെ ചീരയുണ്ട്, കപ്പളങ്ങയുണ്ട്, വാഴച്ചുണ്ടുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഞാൻ കറി വെക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓരോ തവണയായിട്ട് വെക്കണം. അതെ അതെ അതെ. വാഴച്ചുണ്ടൊക്കെ നമുക്ക് ഒത്തിരി പേരെ കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അതെ അതെ. വാഴച്ചുണ്ടിന്റെ വീഡിയോ ചെയ്യണം. എല്ലാ കറികളും ഞാൻ കൂടുതൽ വിഷം ചേർന്ന് വരുന്നതല്ലേ ഇതെല്ലാം. അതാണ് ഞാൻ ഒരു കറി കാബേജ് ഒരിക്കലും വാങ്ങിക്കാറില്ല. കാബേജ് ഭയങ്കര വിഷമാണ്. വേറെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ നട്ടു വളർത്തും. എനിക്ക് അതാണ് ഇഷ്ടം. നല്ല കാര്യം. പശു ഉണ്ടോ? പശു ഒരു കിടാവുണ്ട്. പശു ഉണ്ടായിരുന്നു. പിന്നെ കറവയൊന്നും ഇപ്പോഴൊന്നും ഇല്ല. നേരത്തെയൊക്കെ കറന്ന് ഇഷ്ടംപോലെ പാലൊക്കെ കുടിക്കുന്ന. അപ്പം അതൊന്നും ഇല്ല. എന്നാലും ഒരു പശു വേണം എനിക്ക്. പൂന്തോട്ടവും കൃഷിയും അതെ. ഇതിനൊക്കെ വല്ല വളമൊക്കെ ഇടാനും ചാണകമൊക്കെ ഇടാനും തെങ്ങ് അതും എല്ലാത്തിനും ഒരു കിടാവുണ്ട് ഇപ്പം. അതിന് ചുമ്മാ വെറുതെ ഇരിക്കുമല്ലേ. ഓരോരോ വെറുതെ ഒരു സമയം ഇരിക്കില്ല. ഇല്ല, ഒരു നിമിഷം പോലും ചുമ്മാ ഇരിക്കാനില്ല. എന്തെങ്കിലും പണികൾ ചെയ്തോണ്ടിരിക്കും. കൃഷി പണി ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ പൂന്തോട്ടം ഉണ്ടാവും. പിന്നെ വായന ഒത്തിരി ഇഷ്ടമാണ്. വായന എന്ത് കിട്ടിയാലും വായിക്കും. ഇപ്പൊ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതാണ് മഞ്ഞൾ പൊടി ഇടുന്ന കാര്യം വിട്ടുപോയി. മഞ്ഞൾ ലേശം മഞ്ഞൾ പൊടി ഇടാം. ആദ്യം തന്നെ ഇടേണ്ടതായിരുന്നു. ഇങ്ങനെ ഇട്ട് നടത്തും കുഴപ്പമില്ല. മഞ്ഞളല്ല. പിന്നെ ഇളക്കി എടുക്കണം അല്ലേ? ഇളക്കാം. എനിക്കൊരു ലാബ്രഡോർ പട്ടിയുണ്ട്. അതാണ് എൻ്റെ കൂട്ട്. അതല്ല അവൻ കൂട്ടി കിടപ്പുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ബന്ധു നമുക്കിനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് ഇത് വാങ്ങിയെടുക്കാം. കടുക് പൊട്ടിക്കാൻ കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പം കടുകിട്ട് ഉള്ളി അരിഞ്ഞ് എണ്ണ ചൂടായി എന്നറിയാനോ? ടെസ്റ്റ് ചെയ്യുന്ന. നമുക്കിനി ഒരു സ്പൂൺ കടുകിടാം. ഉള്ളി നല്ലപോലെ വറവായിട്ടുണ്ട്. ഇനി ഇതിപ്പം ഈ തോരനിലേക്ക് ഇട്ടിളക്കാം. ഇത് വെജിറ്റബിൾ തോരനാണെങ്കിൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് പല കൂട്ടം അതാണ് അതിന്റെ സ്മെല്ല് അത്രയും വെക്കുന്നത്. പക്ഷെ ഒരു സാധനം തന്നെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഇത്രയും വരത്തില്ല. അതെപ്പോഴും നമ്മൾ തോരൻ എന്തേലും വെക്കുന്നതാണെങ്കിലും നമ്മൾ എന്തേലും അതിന്റെ കൂടെ ഒരു ഒന്നല്ലെങ്കിൽ രണ്ട്. ഇപ്പം വാഴച്ചുണ്ടാണ് വാഴച്ചുണ്ടും പയറും, അല്ല ചീരയാണ് ചീരയുടെ കൂടെ പരിപ്പ്, അങ്ങനെയൊക്കെ ചേർക്കുന്നതാണ്. മിനിമം രണ്ട് ഐറ്റം വരും ഉണ്ടെങ്കിൽ അതിന്റെ കറിക്ക് എല്ലാം ഗുണവും കൂടും രുചിയും കൂടും.
രുചിയും മണം എല്ലാം വ്യത്യാസമുണ്ട്. അതെ, ഇതിപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഒരു കുറച്ച് അമ്മച്ചി ഇതിനകത്തേക്ക് ഇട്ടെ. ആയല്ലോ അല്ലേ? ആയി. എങ്ങനെയുണ്ട്? എൻ്റെ അമ്മച്ചി സൂപ്പറാണ്. ഇപ്പൊ വൈകുന്നേരമായി പോയി, അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ ആണെങ്കിൽ ചോറിന്റെ കൂടെ തോരനും കൂടെ മാത്രം ചോറിനകത്ത് ഉപ്പ് ഒഴിച്ച് കഴിച്ചിട്ടും വളരെ സൂപ്പറാണ്. കാരണം ഒരു കറിയല്ല, 3 കൂട്ടം കറിയാണ് ഇപ്പൊ ഇത്. 3 കറിയാണിത്. അതാണ് അതിന്റെ അതെ അതാ ഇത് മാത്രം മതി എന്ന് തോന്നിയത്. അടിപൊളി. ഉച്ചയ്ക്കായിരുന്നു നമുക്കിത് വെക്കേണ്ടത്. വരാൻ കുറച്ച് താമസിച്ചു പോയി. അതെ, എന്നാലും സാരില്ല. അപ്പൊ അമ്മച്ചി, സംസാരം ടിവിയുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു പോഷകഗുണമുള്ള കറിയാണ്. ഇത് പിള്ളേർക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയതാണ്. പക്ഷേ ഇതിനകത്ത് മുളക് ചെറുതായിട്ട് അരിഞ്ഞിടാതെ ഇങ്ങനെ നടുവേ കയറിയിട്ടിട്ട് അത് നമുക്ക് പിള്ളേർക്ക് വേണ്ടെങ്കിൽ എടുത്ത് മാറ്റാം, എന്നിട്ട് പിള്ളേർക്ക് കൊടുക്കുക. പലതും 3 കൂട്ടം ചേർന്നുള്ള കറിയായാണ്. നല്ല പോഷകഗുണം. ഒറ്റ കറിയായി ഉപയോഗിച്ചുള്ളെങ്കിലും അതിൽ നിന്നും പല വിറ്റാമിൻസും പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. അത് കാരണം ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. അപ്പൊ അമ്മച്ചി, അടിപൊളി തോരനാണ്. ഈ കൂട്ടത്തില് വേറെ 1-2 ഐറ്റങ്ങൾ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇതില്. പക്ഷെ അതിനുള്ള സമയമില്ല. അടുത്ത ദിവസം നമുക്ക് ഓക്കെ ആക്കാം അല്ലേ? അപ്പം നമുക്കൊരു ഹായ് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹായ്.